ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. മാർക്കോ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. മാർക്കോ 2 ചെയ്യല്ലേ എന്ന് ചോദിച്ചിട്ട് ഷെരീഫ് മുഹമ്മദ് നമ്മുടെ ഉണ്ണിമുന്നൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. സന്തോഷം നൽകുന്ന കാര്യം കേട്ടോ. അതായത് മാർക്കോ 2 ഉടനെ സംഭവിക്കട്ടെ എന്നുള്ളത്. നമ്മൾ കാത്തിരിക്കുന്ന സംഭവം പെട്ടെന്ന് വരട്ടെ. സിനിമ ഇതുവരെ തിയേറ്ററിൽ നിന്ന് പോയിട്ടില്ല ഇത് മാർക്കോ. അപ്പോൾ അതിന്റെ രണ്ടാം ഭാഗത്തിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തായാലും വരുന്നു. ഉണ്ണിമൂന്നൻ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഒന്നുകൂടി പറയുമ്പോൾ ഒന്നും കൂടി ഒരു സന്തോഷം. ഉണ്ണിമുന്നൻ പറഞ്ഞത് കുറച്ച് കടന്ന കൈയായിരുന്നു. 3-4 എത്തി, 4-5 പോകും ചിലപ്പോ പറഞ്ഞു. അത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സന്തോഷം. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ രണ്ടാം ഭാഗം മൂന്നാം ഭാഗമൊക്കെ ചെയ്യാനേ ഉണ്ണിമുന്നൻ നമുക്ക് മലയാളത്തിൽ കിട്ടണ്ടേ? അത് വേണം. എന്നാൽ നമ്മുടെ ഉണ്ണിനെ ഹോളിവുഡിലേക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് ആര്? കലൈ കിങ്സൺ, നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ. ആള് പറഞ്ഞെന്താണെന്നറിയോ, ശരിക്ക് മലയാളത്തിൽ നിൽക്കേണ്ട ആളല്ല ഉണ്ണിമുന്നൻ, മാർവൽസിനൊക്കെ പോയി ചെയ്യണമെന്ന്. അല്ല, ഒരു സൈഡിൽ കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മാർക്കോ സിനിമയിലെ ഫൈറ്റും സംഭവങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞതിനോട് യോജിപ്പ് വരും. അല്ല, ആള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ശരിയായ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പൊന്നും കിട്ടിയില്ല, അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല ശരിക്കും മാർക്കോൻ്റെ ഫൈറ്റിനെന്നാണ്. അപ്പോൾ ഇതൊക്കെ ആ സ്പോട്ടിൽ പ്ലാൻ ചെയ്തതും അതിഗംഭീരമായിട്ട് ഉണ്ണിമുന്നൻ ചെയ്തിട്ടുണ്ടെന്ന്. അതെ. അപ്പോൾ ശരിക്കും ആൾ ഞെട്ടി വണ്ടടിച്ചു. അപ്പോൾ തോന്നിയിട്ടുണ്ടാവും എന്ത്, തീർച്ചയായിട്ടും മുതൽ ഇവിടെ നിൽക്കണ്ട ആ സാധനമാണ്. ഇതിനിപ്പോ അവിടുന്ന് കൊണ്ടുവന്നാണോ ഇത് ഇവിടെ തന്നെ ഉള്ളതാണോ എന്നൊക്കെ, ഇവിടെ തന്നെയാണോ എന്നൊക്കെ. എന്താണെങ്കിലും ഇതിനകത്ത് വേറെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ആള് പറഞ്ഞ പോലെ തന്നെ ഈ ഫൈറ്റിന്റെ കാര്യത്തിൽ മറ്റേ സ്റ്റണ്ട് മാസ്റ്റർ അല്ല, നമ്മുടെ മേക്കപ്പ് മാൻ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഉണ്ണിമുന്നനെ കുറിച്ച്. ആ ലാസ്റ്റ് ഫൈറ്റിന്റെ സമയത്ത്, അതായത് ആ ഫുൾ ബോഡി ഒക്കെ കാണിച്ച് 6 പാക്ക് കാണിച്ചുള്ള ഫൈറ്റ് ഉണ്ട്. ആ സമയത്ത് അതിനു വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഫുഡ് പോലും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, വെള്ളം പോലും കുടിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത് കാണൂല, പുറത്ത് കാണൂല 6 പാക്കുകളൊക്കെ. അതിനുവേണ്ടി അത്ര എഫേർട്ട് എടുത്തിട്ട് ആള് ചെയ്തിട്ടുണ്ടെന്ന്. അതൊക്കെ നേരത്തെ സാധാരണ ചെയ്യുമ്പോൾ ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി അവർ അതിനനുസരിച്ചുള്ള തലേ ദിവസം ഫുഡ് കഴിച്ച് സെറ്റ് ആയിരിക്കും. ഇതിപ്പോ അന്ന് തളർന്നു പോയി എന്നാണ്. ഈ 100 പേരോട് ഫൈറ്റും ചെയ്യണം, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്നിട്ട് പോലും ഗംഭീരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളെപ്പോഴും ചിന്തിക്കാറില്ലല്ലോ ഇവർ ഏത് സിറ്റുവേഷനിലാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത്. നമ്മളിതിൻ്റെ ഔട്ട് മാത്രമേ നോക്കാറുള്ളൂ. ഇവരുടെ മാനസികാവസ്ഥ, ഇവർക്ക് വന്ന ബുദ്ധിമുട്ടുകൾ, ഇതിനൊന്നും കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യം പ്രേക്ഷകർക്ക് ഇല്ല. അത് ഇതൊക്കെ നമ്മൾ ഈ എഫേർട്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പുറത്ത് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞത് കറക്റ്റാ. നമുക്ക് അതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ ചിന്തിക്കണം. അതായത് ഒരു എഫേർട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ല, നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് മാത്രം നോക്കുന്നു. അതെ. അപ്പോൾ ഇവർ ഇത്രയും വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് ഇത്രയും നല്ല ഔട്ട് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമേ അല്ല. അതാണ് ഒന്നാമത്തെ കാര്യം, അതാണ്. പിന്നെ ഇത് പറയുമ്പോൾ നമ്മളോട് തന്നെ ചിലപ്പോൾ ചോദിച്ചേക്കാം, നിങ്ങളൊക്കെ എന്നിട്ട് റിവ്യൂ ചെയ്യുന്നില്ലേ, റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയുന്നില്ല ഇങ്ങനെ. അതാ പറഞ്ഞത്, നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. എഫേർട്ട് അതിന്റെ പുറകിൽ നന്നായിട്ടുണ്ടാവും. അത് പല എല്ലാ സിനിമകൾക്കും അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ ഒരു ഔട്ട് തരുന്നോടത്ത് ഈ എഫേർട്ട് നമുക്കും കൂടി കിട്ടും ചില സിനിമകൾ. അങ്ങനെ നമുക്കും കൂടി കിട്ടിയ ഒരു സിനിമയാണ് മാർക്കോ. കാരണം അത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. കാരണം ആ ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ് മാത്രം മതി, ആ ഒരു സാധനം പോണതേ അത്ര ഗംഭീരമായിട്ടാണ്. എന്തായാലും നമ്മുടെ കലൈ കിങ്സൺ ഞെട്ടിയിട്ടുണ്ട്. ആളീ പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് റിപ്പോർട്ടർ ചാനൽ ഇട്ടിട്ടുണ്ട്, നമുക്ക് അതൊന്ന് വായിക്കാം. എന്താണ് ഫുള്ളായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയണമല്ലോ. നമ്മൾ ക്യാപ്ഷൻ മാത്രം നോക്കി കാര്യം തീരുമാനിച്ചിട്ട് കാര്യമല്ലോ, ഉള്ളിൽ മേ ബി പലതും ഉണ്ടാവാം. അതും ന്യൂസ് ഇങ്ങനെ വരുന്ന സംഭവമാണ് പ്രത്യേകിച്ച്. ഉണ്ണി മുകുന്ദൻ മലയാളത്തിൽ നിൽക്കേണ്ട ആളല്ല, അദ്ദേഹത്തിന് മാർവലിൽ ജോയിൻ ചെയ്യാം. കലൈ കിങ്സൺ. ഓക്കെ, എല്ലാ തരം രംഗങ്ങളും ഉണ്ണി മുകുന്ദൻ മികച്ചതാക്കി. പലപ്പോഴും റിഹേഴ്സലിനുള്ള സമയം പോലും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല, എല്ലാം സ്പോട്ടിലാണ് ചെയ്തിരുന്നത്. അതാണ് ഇത്രയും ഗംഭീരാക്കിയുള്ളത് കേട്ടോ ഉണ്ണിമുകുന്ദൻ. നമ്മൾ ആൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഉണ്ണിമുകുന്ദനെ പോലെ ഫൈറ്റ് ചെയ്യുന്ന മലയാള നടൻ വേറല്ല. ഈ സിനിമ റിലീസിന് വരുന്നതിന്റെ മുന്നേ വാദോരാതെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം അതാ, അത്രയ്ക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളില്ല. ഇപ്പോഴും അതിന് എതിരെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, പക്ഷെ എതിർത്തിട്ട് ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ്. അയാളെ പോലെ അല്ലെ ഉണ്ണിമുകുന്ദനെ പോലെ ഫൈറ്റ് ചെയ്യുന്ന മറ്റൊരാളെ നമ്മൾ മലയാള സിനിമയെ കണ്ടിട്ടില്ല. ഓക്കെ, ഉണ്ണി മുകുന്ദൻ നായകനായ പുതിയ ചിത്രം മാർക്കോ രാജ്യമെമ്പാടും ആഘോഷിക്കപ്പെടുകയാണ്. ആക്ഷൻ രംഗങ്ങളിലെ ഉണ്ണി മുകുന്ദൻ്റെ മികവ് തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റായി എല്ലാവരും പറയുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കലൈ കിങ്സൺ ഉണ്ണി മുകുന്ദനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയ്ക്ക് വേണ്ടിയുള്ള ആളല്ല.
ഇന്ത്യൻ സിനിമക്ക് വേണ്ടിയുള്ള ആളുമല്ല. ഇന്ത്യൻ സിനിമക്കും വേണ്ടിയുള്ള ആളല്ല, നേരെ മാർവലിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആളാണ് അദ്ദേഹമെന്ന് കലൈ കിങ്സൺ പറഞ്ഞു. ഞങ്ങൾ വിട്ടുതരൂല. അതെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ? അതായത് നമുക്ക് നല്ല സാധനം കിട്ടി, മുതലിനെ കിട്ടി, നല്ലത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിർത്തണ്ട, വേറെ എവിടെയെങ്കിലും കൊടുക്കണം. ഇതെന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലെ സ്ഥിരം സാധനം, അതായത് ഫുഡ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാ പ്രൊഡക്റ്റും നല്ലതൊക്കെ എക്സ്പോർട്ട് ചെയ്യും. അതെ, ബാക്കി കേടുവന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് തരും. അതായത് ക്വാളിറ്റിയിൽ ഏറ്റവും താഴെയുള്ളത് മാത്രം നമ്മൾ ഇവിടെ നിർത്തുന്നു, നമ്മൾ അനുഭവിക്കുന്നു, ബാക്കിയുള്ളതൊക്കെ അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ നല്ലൊരു സാധനം കിട്ടി, അത് നമുക്ക് മലയാളികൾക്ക് വേണ്ടാന്ന്. ഏതായാലും കൊള്ളാം, നല്ല പരിപാടിയാ. എങ്ങനെയുണ്ട് എന്നാ? ഒരു അതിലൂടെ നടക്കുന്നുണ്ട് ഒരു മോഹൻലാലും ഒരു മമ്മൂട്ടിയും കുറച്ചെണ്ണം ഉണ്ട്, അതിനൊക്കെ വാരി കൂട്ടി കൊടുക്കും. അതെ, അല്ല ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇനി അവരും കൂടി പോയാൽ പിന്നെ മലയാള സിനിമ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അല്ല, നല്ലതാണെങ്കിൽ എല്ലാം കൊണ്ടുപോകണം, എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നടക്കട്ടെ. ഏതായാലും എല്ലാ തരം രംഗങ്ങളും ഉണ്ണി മുകുന്ദൻ മികച്ചതാക്കി. പലപ്പോഴും റിഹേഴ്സലിനുള്ള സമയമൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. എല്ലാ സ്പോട്ടിലാണ് ചെയ്തിരുന്നത്. ഇൻട്രോ സീൻ, സ്റ്റെയർ കേസ് ഫൈറ്റ്, ഇൻട്രവെൽ, ഓ മൈ ഗോഡ്, ക്ലൈമാക്സ് ഫൈറ്റുകൾ തുടങ്ങിയവ പോലും റിഹേഴ്സൽ ഇല്ലാതെയാണ് അവതരിപ്പിച്ചത് എന്നും കലൈ കിങ്സൺ കൂട്ടിച്ചേർത്തു. അല്ല, റിഹേഴ്സൽ ഇല്ലാണ്ടാണോ? അപ്പോൾ ഒന്നും ഏതപ്പോൾ അതന്നെയല്ലേ മെയിൻ ഫൈറ്റ് അല്ലോ. ഇന്റർവെല് പിന്നെ ക്ലൈമാക്സ്, സ്റ്റെയർ കേസ്, ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും മെയിൻ സാധനങ്ങൾ. അതൊന്നും റിഹേഴ്സൽ ഇല്ലാതെ അമ്പോ സ്പോട്ടിലെ പൊളിച്ചിട്ടാ സാധനം കാണിച്ചു കൊടുക്കുന്നത് മാത്രം ഉണ്ടാവുള്ളൂ, അതനുസരിച്ച് അങ്ങ് ചെയ്തങ്ങ് പോകണമായിരിക്കും. അത് വേറെ കാര്യം. ഇപ്പോൾ എത്ര വലിയ സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതൊരു സത്യം. പറയുന്ന കാര്യം ചെയ്യാൻ പറ്റണമല്ലോ. ഇത് കാണിച്ചു കൊടുത്തിട്ട് കാര്യമല്ലോ, ചെയ്യാനും കൂടി പഠിക്കണം. അതേപോലെ സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം പ്രതികരിച്ചത്. അതേസമയം ആഗോളതലത്തിൽ 100 കോടിയും കടന്ന് മാർക്കോയുടെ ജൈത്രയാത്ര തുടരുകയാണ്. ഉണ്ണി മൂന്നനോടൊപ്പം സിദ്ദീഖ്, ജഗദീഷ്, ആൻസൺ പോൾ, കബീർ, ദുഹാൻ സിംഗ്, അമ്പോ പേടിച്ചു, അടുത്ത ആളെ പറയുമ്പോഴും പേടിക്കും, അഭിമന്യു തിലകൻ, അയ്യോ പേടിയല്ല, ഗ്യാസ് തീർന്നോ, യുക്തി തരേജ നടി, നായിക, ഓക്കെ, തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും പുതുമുഖ താരങ്ങളും അണിനിരന്ന ചിത്രം മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ മാസീവ് വയലൻസ് ചിത്രം എന്ന ലേബലോടെയാണ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർ തെളിയിക്കുകയും ചെയ്തു. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ചന്തു സെൽവരാജ്, ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ്, സൗണ്ട് ഡിസൈൻ റേഡിയോ, സബ്തർ റെക്കോർഡ്, ഓഡിയോഗ്രാഫി രാജകൃഷ്ണൻ MR, കലാസംവിധാനം സുനിൽ ദാസ്, മേക്കപ്പ് സുധി സുരേന്ദ്രൻ, കോസ്റ്റ്യൂം ഡിസൈനർ ധന്യ ബാലകൃഷ്ണൻ, പ്രൊഡക്ഷൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. സത്യമായിട്ടും മലയാളം വായിക്കാൻ പഠിക്കാൻ നന്നായി, എനിക്ക് ഇംഗ്ലീഷ് മാത്രം അറിയുന്നോണ്ട്. സമന്തക് പ്രദീപ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അബ്ദുൾ ഗദ്ദാഫ്, ജുമാന ഷെരീഫ്, പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ. കോമഡിക്ക് പറഞ്ഞ് വായിച്ചു പോയതാണ്, നിർത്തുന്നില്ല. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻറ്റ്, PRO ആതിര ദിൽജീത്. ബാക്കി ഉണ്ടാവല്ലേ, ബാക്കിയുണ്ട്. ഞാൻ എന്റെ മനസ്സിലെന്തായിരുന്നു അറിയോ, ഈ പണ്ടാരം കാണും ഇംഗ്ലീഷിലാണ് ഈ തെണ്ടി എന്നെ കൊണ്ട് തന്നെ വായിപ്പിച്ചേനെ, ഇതും കാണും വായിക്കാറില്ലട്ടോ, എനിക്ക് വായിക്കാറില്ല, നിങ്ങൾ മനസ്സിലാക്കാതിരിക്കാനാണ്. ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ ഒന്ന് പിടിച്ചേര്, എന്ത് പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ കയറുന്നത്. എന്തായാലും ഒരു നല്ല സാധനം തന്ന് ആ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോയി പുറത്തു കൊടുക്കണം, നമുക്ക് വേണ്ടാന്ന്. അങ്ങനെയുണ്ട്. കലൈ കിങ്സൺ ഇങ്ങനെ പറയുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. എന്താണെങ്കിലും നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ നടൻ എന്താ പറയാ ഹോളിവുഡിലൊക്കെ പോയിട്ടൊരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനമാണ്. പക്ഷെ ആ അഭിമാനത്തിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കാൻ ഒരു ഉദ്ദേശമല്ല. അല്ല, ചെയ്തോട്ടെ, ഓർമ്മയൊക്കെ ചെയ്ത് പിന്നെന്താ അങ്ങനെ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് എഴുതിയ സ്ക്രിപ്റ്റിന്റെ കൂടെ ഇതൊക്കെ എന്തെങ്കിലും അതൊക്കെ കിട്ടും. ഞങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ട് മാർവൽസിലോ ഒക്കെ പോയിക്കോ. അപ്പൊ എന്താണെങ്കിലും എപ്പിസോഡല്ലല്ലോ സംഭവം. ഇതിൽ ഓൾറെഡി ഇവർ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അതായത് ഈ റിപ്പോർട്ടിൽ 100 കോടി കളക്ട് ചെയ്തതിനെ കുറിച്ച്. അതായത് ഗ്രോസും ഇപ്പോൾ 100 കോടി ആയിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് എന്താണ് ഞാൻ പറയാൻ വന്നത്, എന്താണെങ്കിലും നമുക്ക് മാർക്കോ 2 പ്രതീക്ഷിക്കാം.
വിക്രം വരുമെന്നൊക്കെ നോക്കണല്ലോ. യെസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.